അപ്പൊ 3 ദൈവം ഉണ്ടോ താങ്കൾക്ക്? ഉണ്ട്. അതിനെന്താണ്? 3 ദൈവങ്ങളോ ഒരാൾക്ക്? 3 ദൈവം, അതിനെന്താണ്? 3 ദൈവം ഉണ്ട്. തിരക്കിലാണ്, അതുകൊണ്ടായിരുന്നു. ഇന്ന് പറഞ്ഞോളൂ, ഇപ്പൊ ഞാൻ ഫ്രീ ആണ്, പറഞ്ഞോളൂ. നിങ്ങള് നിരീശ്വരവാദത്തിൽ നിന്നിട്ട് ക്രിസ്തു മതമായതാണല്ലേ? അത് തന്നെ. ഞാൻ 3ാമത്തെ തലമുറയാണ് നിരീശ്വരവാദത്തിൽ. എന്റെ പിതാവിന്റെ പിതാവും അല്ലെ നിരീശ്വരവാദികളായിരുന്നു. അപ്പൊ ഈ ക്രിസ്ത്യനിലേക്ക് വരാനുള്ള കാരണം എന്താണ്? എന്റെ പിതാവ് ആത്മഹത്യ ചെയ്തായിരുന്നു. ഒരു ചെറിയ മെന്റലായിരുന്നു പുള്ളിക്കാരൻ. മെന്റലായിട്ട് പുള്ളി ആത്മഹത്യ ചെയ്യായിരുന്നു. അങ്ങനെ ഈ രോഗം എനിക്ക് പിടിക്കുക പിന്നീട്. അങ്ങനെ ഒരു 2-3 വർഷം, അത് പിതാവ് മരിച്ച ആ ഡേറ്റിന് അതേ ദിവസം തന്നെ ഈ ഒരു ആത്മാവ് എന്റെ മേൽ വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെ വന്ന് 2 പ്രാവശ്യമൊക്കെ നമ്മളത് ട്രീറ്റ്മെന്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോയി. അങ്ങനെ അതങ്ങ് മാറിപ്പോയി. പക്ഷെ ഇത് 2000 വരുമ്പോൾ എനിക്ക് അസ്വസ്ഥത ഭയങ്കരമായിട്ടുണ്ടായി. അല്ല, ഈ ആത്മാവ് പ്രേതം എന്നൊക്കെ ചോദിക്കുമ്പോ നമ്മളേക്ക് ഒരു തോന്നലല്ലേ? നമ്മൾ അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കൊണ്ടിട്ടല്ലേ അങ്ങനെ വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അല്ല, കാരണം അങ്ങനെ വിശ്വസിക്കാൻ ഞാനൊന്നും വിശ്വാസിയല്ല. അതെ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ ആത്മാവ് പ്രേതം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നത് അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഒരു തോന്നലാണല്ലോ. അതൊരു തോന്നലല്ല, അങ്ങനെ ഒരു വസ്തുവുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ വിശ്വാസത്തിൽ വന്നത്. ഇപ്പൊ പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞ് പ്രേതമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വന്നപ്പോ പ്രേതങ്ങളൊന്നും പകൽ ഇറങ്ങില്ല, രാത്രി മാത്രം ഇറങ്ങുന്നുള്ളൊരു ഇതിലേക്ക് വന്ന്. അത് നമ്മൾ ചുമ്മാ ഒരു അതുപോലെ ഈ മരിച്ച ആൾക്കാര് ആത്മാവൊക്കെ ആയിട്ട് വരും എന്നൊക്കെ പറയുന്നത് അതൊരു തോന്നൽ തന്നെ മനുഷ്യന്റെ നമ്മളെ. അപ്പോ ഈ യേശുവിനെ ദൈവമായിട്ട് അറിഞ്ഞിട്ടാണ് ബൈബിളിലേക്ക് പോയത്. എന്റെ റൂമിൽ ഇറങ്ങി എന്നെ തൊട്ട് സൗഖ്യമാക്കി കഴിഞ്ഞാണ് ഞാൻ വിശ്വാസത്തിൽ വരുന്നത്. അങ്ങനെയാണ്. ആരാ വന്ന് തൊട്ട് സൗഖ്യമാക്കിയത്? കർത്താവ്. കർത്താവിനെയാണോ? അതെ. പക്ഷേ ഈ കർത്താവിന്റെ ചില വാക്കുകളൊന്നും ബൈബിളില് കർത്താവിന്റെ ദൈവികതത്തെ സൂചിപ്പിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ആര് പറഞ്ഞു? ഇപ്പൊ കർത്താവ് തന്നെ കുറെ സമയം ഇപ്പൊ ഒരു ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇപ്പോ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ ഈ എല്ലാം സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിലേക്കാണല്ലോ പ്രാർത്ഥനകളെല്ലാം പോകേണ്ടത്. ഇപ്പോ ക്രിസ്ത്യൻസിനോട് ചോദിക്കുമ്പോ അവര് പറയുന്ന വെച്ചാൽ ആ ദൈവം ആദിയിൽ വചനം ഉണ്ടായി, അത് മറിയയുടെ ഉദരത്തിലൂടെ വന്നു, അങ്ങനെ മറിയയിൽ നിന്ന് ആ ദൈവം പുറത്തു വന്നു, സൗഖ്യമായി, പിന്നെ ദൈവം കുരിശിലടിച്ചു, മരിച്ചുപോയി, അങ്ങനെ ഉയർത്തിയെന്നൊക്കെ പറയുന്ന ഒരു കോൺട്രവേഴ്സിയൽ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. സിമ്പിളായിട്ടൊരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ ബൈബിളിൽ പറയുന്നുണ്ട്, യേശു പറയുന്നുണ്ട്, എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ആരും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അതുപോലെ പിതാവ് എന്നേക്കാൾ വലിയവനാണ്, എന്നെ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ കൽപ്പിക്കുന്നത് മാത്രമേ ചെയ്യുന്നതേ ഉള്ളൂ, കാരണം എന്നേക്കാൾ വലിയവനുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തു, ഇപ്പൊ ശ്രീനാരായണ ഗുരു ആവട്ടെ, യേശുക്രിസ്തു ആവട്ടെ, അവരൊക്കെ ഒരു ദൈവസങ്കല്പം ഉണ്ട്. അവരയച്ചൊരു വ്യക്തിയിലേക്ക് അവരെ എല്ലാവരും ചൂണ്ടുന്നുണ്ട്. യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങള് പിതാവിനെയും കൂടി നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പിതാവ് എന്ന് പറയുന്ന ഒരു ദൈവം അവിടെ ഓൾറെഡി യേശുക്രിസ്തുവിനെ അയച്ചൊരു വ്യക്തിയാണ്. അപ്പോ ആ വ്യക്തിയെ ആരാധിക്കാതെ ആ വ്യക്തി അയച്ചൊരു വ്യക്തിയെ ആരാധിക്കുന്നതിനൊരു അധാർമികതയല്ലേ? ബൈബിളിൽ അത് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മള് ഈ ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി അവൻ എല്ലായ്പ്പോഴും നിലനിൽക്കുന്നവനാണ്. അപ്പൊ അവനൊരു പാർട്ട്ണറെ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പൊ അവന് മോളുണ്ട്, അച്ഛനുണ്ട്, കുഞ്ഞച്ഛനുണ്ട്, അങ്ങനത്തെ ഉള്ള ആൾക്കാരൊന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അവനെ എപ്പോഴും നേരിടായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പൊ ദൈവം ഇപ്പോ ഒരു നിമിഷം മരിക്കുക എന്നൊക്കെ പറയുന്ന ആ ദൈവത്തിന്റെ ഒരു അസ്തിത്വത്തിനെതിരായിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ യേശുക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് ചിലര് പറയുന്നു. ചിലര് പറഞ്ഞ ശിഷ്യന്മാര്, കുറച്ച് ഹിസ്റ്റോറിയിലോട്ടൊക്കെ പോകുമ്പോ ചിലര് പറയുന്ന ശിഷ്യന്മാര് അദ്ദേഹത്തെ കൊണ്ടുപോയി എന്ന് പറയാണ്, ചിലര് പറഞ്ഞ അദ്ദേഹത്തെ ഇല്ലെന്ന് പറയാണ്. അപ്പൊ അതൊരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ്. അപ്പൊ ഇവിടെ യേശുക്രിസ്തു മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം മരിച്ചു എന്ന് പറയുമ്പോ അത് വളരെ ഒരു വിഡ്ഢിത്തായിട്ടുള്ള കാര്യം തന്നെയല്ലേ? നമ്മള് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിള് ആത്മാർത്ഥമായിട്ട് വായിച്ചു പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് ബ്രദർ പറയുന്നത് കേട്ടപ്പോൾ. ഞാന് ബൈബിള് പഠിച്ചത് കൊണ്ട് തന്നെ ബൈബിളിലുള്ള കാര്യം തന്നെ പറയുന്നത്. ബൈബിളില് യേശുക്രിസ്തു പലയിടങ്ങളിൽ പറയുന്നുണ്ട്. ഇപ്പൊ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് വിശ്വസിക്കുന്നതിന് യേശുക്രിസ്തു തള്ളിപ്പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ബൈബിള് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ നിരീശ്വരവാദികൾ പഠിക്കുന്ന പോലെ ബൈബിൾ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോ നിരീശ്വരവാദി പഠിക്കുന്ന ബൈബിൾ എന്താ എഴുതി വെച്ചിരിക്കുന്ന അതല്ലേ നമ്മൾ പറയാം. അങ്ങനെ ഇപ്പൊ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളിലെ ഒരുപാട് തള്ളിയ സുവിശേഷങ്ങളുണ്ട്.
ക്രിസ്ത്യാനികൾ അത് അംഗീകരിക്കാത്ത ബർണാബസിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് പീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സുവിശേഷങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നില്ല, തള്ളിക്കളഞ്ഞ സുവിശേഷമാണ്. എന്നതിന് വളരെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ അതിൽ നോക്കുകയാണെങ്കിലും അതിലും ഇത് തന്നെയാണ് പറയുന്നത്. യേശുക്രിസ്തുവിന് ദൈവത്വം അംഗീകരിക്കാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ബൈബിളിൽ വെച്ചിരിക്കുന്ന വചനം നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ എന്താണ് പറയുന്നത്, പിന്നെ അതിന്റെ കൂടുതൽ അർത്ഥങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പൊ യേശു ഒരു സൃഷ്ടാവായിട്ടുള്ള ഒരു ദൈവമായിരുന്നെങ്കിൽ എല്ലാം അറിയുന്ന ഒരു ദൈവത്തിന് ഒരു കാര്യത്തെ പറ്റി ചോദിച്ചപ്പോ ദൈവം പറയുകയാണ് ആ ദിവസത്തെ മണിക്കൂറിനെ കുറിച്ച് ആർക്കും അറിയില്ല, പുത്രന് പോലും, പിതാവിന് മാത്രം എന്ന് പറയുന്നത്. അപ്പൊ പുത്രനായിട്ടുള്ള യേശു ക്രിസ്തുവിനെ അറിയാത്തൊരു കാര്യം പിതാവിന് മാത്രം എന്ന് പറയുമ്പോൾ അത് തന്നെ യേശു തന്റെ ദൈവികതത്തെ സെപ്പറേറ്റ് ചെയ്യണാണ്. ഞാനിപ്പോ ഇന്നലെ ചോദിച്ചപ്പോ ഒരു വ്യക്തി പറഞ്ഞു യേശു ദൈവത്തെ മറച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ചിലവർ പറഞ്ഞു യേശു പൂർണ്ണമായിട്ടുള്ള ദൈവം, പൂർണ്ണമായിട്ടുള്ള മനുഷ്യൻ. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ബൈബിള് പറഞ്ഞ യേശു ക്രിസ്തു ഒരു മനുഷ്യനാണെന്നാണ്. അതെ, മനുഷ്യനാണ്. അതെ, മനുഷ്യനായിട്ടാണല്ലോ ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യപുത്രൻ തന്നെയല്ലേ യേശു പറഞ്ഞത്? മനുഷ്യപുത്രൻ തന്നെ യേശു പറയുന്നു. അല്ല, മനുഷ്യപുത്രൻ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, യേശു വെറും മനുഷ്യനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യേശുവിന് ഇപ്പൊ എല്ലാം ചെയ്യാൻ കഴിയും. ഇപ്പൊ ചിലവര് പറഞ്ഞു യേശുവിന് സുഖിയപ്പെടുത്താൻ കഴിയുന്നു, യേശു വരാൻ, ചിലവര് പറഞ്ഞു എന്റെ സ്വപ്നത്തിൽ യേശു വന്നെന്നൊക്കെ പറയുന്നു. പക്ഷെ ഈ രൂപ ഇതാന്ന് പറയുന്നില്ല, ഇങ്ങനെ വന്നെന്നൊക്കെ പറഞ്ഞപ്പോ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രേതവും പിശാച്, ഭൂതം, ആത്മാന്നൊക്കെ പറഞ്ഞ വെറുതെ ഒരു മനുഷ്യന്റെ ചിന്താഗതി ആയിരിക്കൂലേ. ചിലപ്പോ നമ്മളത് ഇപ്പോ ഒരു വ്യക്തി മരിച്ച ആ വ്യക്തിന്റെ ആത്മാവ് വരും എന്നാണ് നമ്മൾ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുമെന്ന് തോന്നില്ല. ആ വ്യക്തിയുടെ ആത്മാവല്ല വരുന്നത്, ആ വ്യക്തിയുമല്ല വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ നമുക്ക് ആ വ്യക്തിയോ ആ വ്യക്തിയുടെ ആത്മാവോ നമ്മുടെ മേൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സ്ഥാനത്ത് ആ വ്യക്തിയെ രൂപപ്പെടുത്തി വരുന്നത് പിശാചിന്റെ തന്ത്രമാണ്. നമ്മളെ ആ വ്യക്തിയാണെന്ന് പറഞ്ഞാണ് നമ്മുടെ അടുക്കൽ വരുന്നത്. യേശുക്രിസ്തു സ്വപ്നങ്ങളിലൊക്കെ ചിലവരെയൊക്കെ വന്നെന്നൊക്കെ പറഞ്ഞ അവിടെ പിശാച് തന്നെയായിരിക്കും വരുന്നത്. കാരണം യേശുവിനെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. യേശുവിനെ നേരിട്ട് കാണാത്ത ഇപ്പോ യേശുക്രിസ്തുവിന്റെ വീട്ടിലിരിക്കുന്ന പ്രതിമ പോലും നമ്മുടെ ലിയാൻഡോ ഡിക്കാപ്രിച്ചിയോന്റെ പ്രതിമയുടെ കാര്യം വിടും. പ്രതിമയൊക്കെ ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല, കാരണം ഞാൻ യേശുക്രിസ്തുവിന്റെ മുഖം. പക്ഷെ യേശുക്രിസ്തുവിന്റെ ആർക്കിയോളജിക്കല് പറയുന്ന യേശുക്രിസ്തു ഒരു എന്താ പറയുക ബ്രൗണിഷ് കളറായിട്ടുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തു അതിപ്പോ അങ്ങനെ എന്തെല്ലാം നമുക്ക് വേണേ പറയാം. യേശു ആഫ്രിക്കക്കാരനാണെന്ന് പറയാം. അത് ആർക്കിയോളജിക്കൽ എവിഡൻസ് പറയുന്നത്, ഞാനല്ല. ആർക്കിയോളജിക്കൽ എവിഡൻസ് യേശുവിനടുത്ത് കുറെ തെളിവുകൾ വെച്ചിട്ടാ പറയുന്നത്. ഡിക്കാപ്രിച്ചിയോന്റെ മുഖം വെച്ചിട്ട് യേശുവിന്റെ വീട്ടില് ഒരുപാട് ആൾക്കാർ വെച്ചിട്ടുണ്ട്. അല്ല, അതിപ്പോ നമ്മള് ചിത്രത്തിന്റെ കാര്യം വിടുക, കാരണം ഞാൻ ചിത്രത്തിൽ വിശ്വസിക്കുന്നില്ല. ചിത്രമല്ല, ഞാന് പിന്നെ നിരീശ്വരവാദിയായിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് എനിക്ക് വ്യക്തമാകുന്ന തെളിവ് കിട്ടിയപ്പോഴാണ് ഞാൻ യേശുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് എന്നിലൂടെ അനേകരെ യേശുവിനെ കണ്ടെത്തി അനേകരെ സൗഖ്യമാക്കുവാനും അനേകരെ പിടിപ്പിക്കാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നു. ഇനിയിപ്പോ അത് വിശ്വാസം മാത്രമാണ്. അതിനകത്ത് ഇപ്പൊ ഞാനതിനകത്ത് ഇപ്പൊ ഈ തർക്കിക്കാനോ പുള്ളി ബ്രൗൺ ആണെന്നോ, ഇനി യേശുക്രിസ്തു ആർക്കിയോളജിക്കൽ എവിഡൻസ് വെച്ച് യേശുക്രിസ്തു അങ്ങനെയുള്ള ആളാണെന്നോ, ഇനി പുത്രനല്ലാതെ പിതാവാണ് വരുന്നതെന്നോ, പിതാവ് മാത്രമേ ഉള്ളൂ പുത്രനെ പറ്റി ഒരു സാങ്കല്പിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളത് ഇനിയിപ്പോ നേരിട്ട് ആര് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. കാരണം ഞാൻ എന്റെ ശരീരത്തെ അനുഭവിച്ചറിഞ്ഞ്, കണ്ണാൽ കണ്ട്, ചെവിയാൽ കേട്ട്, ശരീരത്തെ അനുഭവിച്ചറിഞ്ഞ് യേശുക്രിസ്തുവിനെ കണ്ടോ? കണ്ടു. രൂപം ഒന്ന് പറയോ? ആ രൂപത്തിന്റെ കാര്യമാണ് ഞാൻ സാക്ഷ്യത്തിൽ പറയുന്നത്. അതിനിപ്പോ ബ്രദറിനോട് തെളിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം എന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എനിക്കും പറയാലോ. എനിക്കിപ്പോ ഞാൻ ഇന്നപ്പോ അത് ബ്രദർ പറഞ്ഞോന്ന് ഇപ്പൊ അത് ബ്രദർ രാവിലെ എന്നെ ഫോണിൽ വിളിച്ച് പറയേണ്ട കാര്യം വല്ലതും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അത് അതിനെന്താണ്? അപ്പൊ പിന്നെ യേശുക്രിസ്തു ദൈവമല്ല എന്നുള്ളത് അത് ഞാൻ പ്രാർത്ഥിച്ചത് യേശുവിനോടാണ്. അതുകൊണ്ട് വരുമ്പോ യേശുവാണിത്. ഇപ്പൊ നിങ്ങളെ വിളിച്ചാൽ നിങ്ങളാ ഫോൺ എടുക്കുന്നത്, വേറൊരാൾ ഫോൺ എടുത്തില്ല. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചപ്പോ യേശു വന്നു. അല്ലാതെ അവിടെ അയ്യപ്പനാ വന്നെന്നോ, ശിവനാ വന്നെന്നോ, കൃഷ്ണനാ വന്നെന്നോ, അള്ളയാ വന്നെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിളിച്ചവൻ വന്നു എന്ന് മാത്രമേ വിശ്വസിക്കുന്നു. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ യേശുവിനെ നിങ്ങൾ പ്രാർത്ഥിച്ചത്. അപ്പൊ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവം മാത്രമല്ലാതെ ആരും നല്ലവനല്ലെന്ന്. അപ്പൊ വാട്ട് എവർ യു ആസ്ക് ഇൻ മൈ നെയിം ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞത് യേശുക്രിസ്തു തന്നെയാണ്. അത് യേശുക്രിസ്തു പറയുന്ന വേറൊരു കാര്യമുണ്ട്, പിതാവ് എന്നേക്കാൾ വലിയവനാണെന്ന്. അപ്പൊ നിങ്ങൾ എന്നോട് എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞ യേശുവാണ്. യേശു എവിടെയാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞത്? അത് യോഹന്നാൻ മത്തായിയുടെ സുവിശേഷം 14:14 എടുത്ത് യോഹന്നാൻ 14:14 എടുത്ത് വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 14:14 വായിക്കും. വാട്ട് എവർ യു ആസ്ക് ഇൻ മൈ നെയിം ഐ വിൽ ഡു ഇറ്റ്. യോഹന്നാന്റെ 14 എടുത്ത് വായിച്ചു. 14:14 നമുക്ക് നോക്കാം.
ഇതില് ആൾക്കാര് പറയുന്നത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് യേശു എല്ലാം ചെയ്തു തരുന്നതാണ് പറയുന്നത്. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുകയൊക്കെ ഞാൻ ചെയ്തു തരും എന്നാണ് പറയുന്നത്. ഇത് ആരുടെ നാമത്തിലാണെന്നുള്ളത് അവിടെ പറയുന്നുണ്ടോ? ഇത് ആര് പറയുന്നതാണ്? യോഹന്നാൻ പറയുന്നതാണ്. ഇത് പിതാവിന്റെ സാക്ഷ്യപരമായിട്ടാ പറയുന്നത്. പിതാവിലേക്ക് നിങ്ങൾ കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അതിന്റെ എന്താണ് രാവിലെ ഊളത്തരം പറയാതെ ചുമ്മാ അത് നിങ്ങൾ മനസ്സിലാക്കാത്തോണ്ട യേശുക്രിസ്തുവിനെ. ഞാൻ യേശുക്രിസ്തുവിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിന്ന് വന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ ക്രിസ്ത്യാനിയായി ജനിച്ചത് കൊണ്ടോ ഇല്ല നിങ്ങൾ 15 വർഷം ക്രിസ്ത്യ കുടുംബത്തിൽ ജീവിച്ചത് കൊണ്ടോ ബൈബിൾ മുഴുവൻ പഠിച്ചത് കൊണ്ടോ ഒന്നും ക്രിസ്തുവിനെ കണ്ടെത്താൻ പറ്റുന്നില്ല. ഇത് നിങ്ങൾ ചുമ്മാതെ രാവിലെ വിളിച്ചിട്ട് ഈ ഊളത്തരം പറയാതെ ഫോൺ വെച്ചിട്ട് പണി നോക്കുക. സഹോദരൻ, ഞാൻ പറയുന്നത് ഈ ക്രിസ്ത്യാനിറ്റിയിലൂടെ രാവിലെ എഴുന്നേറ്റ് ഊളത്തരം പറയാതെ വെറുതെ നിങ്ങൾ ചുമ്മാ ഈ ഊളത്തരം പറയാതെ. ഞാൻ പറഞ്ഞാൽ ഊളത്തരം എന്താണ്? ബൈബിള് യോഹന്നാൻ എഴുതിയെന്ന് പറഞ്ഞ് യോഹന്നാൻ ആരെ പറ്റി എഴുതിയിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് നിങ്ങൾ പറയൂ? ആരെ പറ്റി എഴുതിയിരിക്കുന്നത്? ആരാണ് എഴുതിയെന്ന് അറിയോ? ഈ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകം ആരാണ് എഴുതിയെന്ന് അറിയോ? ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകം എഴുതിയത് മനുഷ്യൻ. ഏത് മനുഷ്യൻ? മോശയാണോ? ഉറപ്പാണോ? അതെ. അതിനെന്താണ്? മോശമല്ല എന്നുള്ള ഒരു ബൈബിൾ പണ്ഡിതന്മാര് പറയുന്ന തെളിവ് ഞാൻ തന്നതിന്. പണ്ഡിതന്മാരങ്ങനെ നൂറുകണക്ക് യേശുക്രിസ്തു മറ്റേ ഹിമാലയത്തിൽ ബൈബിളിലെ 5 പുസ്തകം ഇത് മോശയാണെന്നുള്ള തെളിവ് എവിടെയാണുള്ളത്? അത് മോശ പറഞ്ഞിട്ടുണ്ടല്ലോ. മോശ എവിടെ പറഞ്ഞിട്ടുണ്ട്? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ എവിടെ പറഞ്ഞിട്ടുണ്ട്? ഞാൻ ഓരോ പുസ്തകത്തിന്റെ അകത്ത് യഹോവ അരുളി ചെയ്തു എന്ന് പറഞ്ഞ് ചെയ്തു. എങ്ങനെയാ മോശ ആദ്യത്തെ 5 പുസ്തകം ഇതിന് യഹോവ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? എവിടെ പൊന്നു മാഷ, രാവിലെ എഴുന്നിട്ട് ഞാനിപ്പോ 3 ദിവസം ഉപവാസത്തിൽ കുളത്തരം പറയുമ്പോൾ കുളത്തരം എവിടെയാണ് ഞാൻ ചോദിക്കുന്നതിൽ പറയൂ. ആദ്യത്തെ 5 പുസ്തകം ഇതിന് മോശ തെളിവ് എവിടെയാണ്? ഇവിടെ ആദ്യം ബൈബിൾ എടുത്ത് ആത്മാർത്ഥമായിട്ട് വായിച്ചു നോക്കും. ബൈബിള് താങ്കൾക്ക് ഏതൊക്കെ വേണം? കിങ് ജെയിംസ് അടക്കം ബൈബിൾ ഇവിടെ ഉണ്ട്. വേണ്ട, എന്റെ കയ്യിൽ 8 ബൈബിൾ ഉണ്ട്. ഞാൻ 5 ഭാഷ പഠിച്ച ആളാണ്. ഹീബ്രു, തെലുങ്ക്, പിന്നെ ഗ്രീക്ക് അടക്കമുള്ള ഭാഷകൾ പഠിച്ച ആളാണ്. ഞാൻ 6 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചു. പിന്നെ 10-11 വർഷമായിട്ട് സെൽഫ് സ്റ്റഡി ചെയ്തോണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ ഈ ഗ്രീക്കും ഹീബ്രുവും ബൈബിൾ എഴുതിയ ഒറിജിനൽ ലാംഗ്വേജ് എല്ലാം പഠിച്ച ലാംഗ്വേജ് ഏതാണ്? യേശുവിന്റെ ഭാഷ ഏതാണ്? അരാമിക് ഭാഷയായിരുന്നു യേശു സംസാരിച്ചുകൊണ്ടിരുന്നത്. അരാമിക് ഭാഷയിൽ താങ്കൾക്ക് അറിയോ? എനിക്ക് അരാമിക് ഭാഷ ഞാൻ പഠിച്ചിട്ടില്ല. ഗ്രീക്ക് പഠിച്ചിട്ടുണ്ട്, ഹീബ്രു പഠിച്ചിട്ടുണ്ട്. ഹീബ്രുവിൽ എന്താ പറയുന്നത്? എടുത്ത് ബൈബിൾ എടുത്ത് വായിച്ചു നോക്കുക. ആദ്യത്തെ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു. ഹീബ്രുവില് ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകം ഇത് മോശമാണ് എന്നുള്ള തെളിവ് എവിടെയാണ്? അതാണ് മോശ അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. എവിടെ അരുളി ചെയ്യുന്നു? മോശ ആദ്യത്തെ 5 പുസ്തകം എഴുതിയില്ല എന്നുള്ളത് ബൈബിളിൽ PhD എടുത്ത ഡോക്ടർ അലഞ്ഞോട്ട് പറഞ്ഞോട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു. ഞാനൊരു തെളിവ് വാട്സപ്പിൽ അയച്ചു തരട്ടെ. താങ്കളുടെ ഒരു തെളിവ് എനിക്ക് ആവശ്യമില്ല. കാരണം എനിക്ക് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. താങ്കളുടെ ഊളവിളിവാണ്. എടാ, സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുന്ന താങ്കൾ പറയുന്ന ഊളവിളിവാണ് എനിക്ക് ആവശ്യമുള്ളത്. ഞാൻ ചോദിക്കട്ടെ, എന്റെ പൊന്നു മനുഷ്യ, എനിക്ക് നിങ്ങളുടെ ഒരു തെളിവിന്റെ ആവശ്യം. നിങ്ങൾ ഈ ലോകത്ത് ഏത് പണ്ഡിതൻ വന്നെന്ന് പറഞ്ഞാലും അല്ല, ഏത് പണ്ഡിതൻ വന്നെന്ന് പറഞ്ഞാലും നിങ്ങളെ പോലുള്ള രാവിലെ ഊളത്തരം പറയുന്ന ആളുകൾ ബൈബിൾ എഴുതിയത് മോശയാണെന്നുള്ളൊരു മോശ തന്നെ അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞിരിക്കുന്ന വാക്കുകൾ യേശു പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പോലെ ഊളത്തരം പറയാനായിട്ട് രാവിലെ എഴുന്നേറ്റ് വന്ന് മനുഷ്യനെ വിളിച്ചിട്ട് ഊളത്തരം പറയുന്നതായിട്ട് പറയുകയാണ്. അവിടെ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ ശരീരത്തെ അനുഭവിച്ചറിഞ്ഞാടോ മാഷെ ഞാൻ പറയുന്നില്ല. നിങ്ങൾ പറയുന്ന പോലെ ഊളത്തരമല്ല പറയുന്നത് വിചാരിക്കുന്നുണ്ടോ? അത് ഞാൻ വിശ്വസിക്കുന്നതായിട്ട് തനിക്കെന്താ അതിപ്പോ താങ്കളുടെ പിതാവിന്റെ സ്ഥാനത്ത് വേറൊരാള് വരുന്നതായിട്ട് താങ്കൾക്ക് സങ്കല്പിക്കും. എനിക്കങ്ങനെ സങ്കല്പിക്കാൻ പറ്റും. പിതാവിന്റെ സ്ഥാനത്ത് എന്തിന് വേറൊരു വ്യക്തി വരണം? എന്താണ് എന്തിനു വരണം? ഞാൻ ചോദിക്കുന്നത് ആദ്യത്തെ 5 പുസ്തകം ഇത് മോശ എവിടെയാണ് ബൈബിളിൽ പറഞ്ഞത്? ഞാൻ ഇന്ന 5 പുസ്തകങ്ങളും ബൈബിള് ആണ് എഴുതിയത് എന്ന് മോശ പറയുന്നത്. അത് താൻ ബൈബിൾ വായിച്ചു നോക്കണോ? ബൈബിൾ ഏത് വചനം പറയൂ? അത് താങ്കൾ ബൈബിൾ വായിച്ചതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ആദ്യത്തെ 5 പുസ്തകം മോശയാണ് എഴുതിയെന്ന് ബൈബിളിൽ എവിടെയാ പറയുന്നത്? താങ്കളത് വായിച്ചു നോക്കുക. മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന യേശു പറയുന്നത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. മോശയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു ലൂക്കോസിന് സുവിശേഷം 24-ാം തീയതി പറഞ്ഞ താങ്കൾക്ക് മനസ്സിലായിട്ടില്ലായിരിക്കും. ലൂക്കോസ് എടോ, താൻ ആദ്യം ലൂക്കോസിന് സുവിശേഷം എടുത്തിട്ട് അതിൽ 24 വായിച്ചു നോക്ക്. ലൂക്കോസ് ഏതാണ് പറയൂ? അതിൽ ഈ മോശ പറയുന്നുണ്ട് യേശു വരുമെന്നുള്ളതും ഞാൻ 5 പുസ്തകം എഴുതുന്നുള്ള മോശ പറയുന്നത് എവിടെയാണ്? മോശ പറയുന്നതിന്റെ അല്ല, യേശു പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞിട്ടുണ്ടോ മോശ എഴുതിയതാണെന്ന്? എഴുതി പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്?
അത് ലൂക്കോസിനെ കുറിച്ച് താങ്കളെടുത്ത് വായിച്ചു നോക്ക്. താൻ ബൈബിൾ ഉത്തര വർഷം പഠിച്ചെന്ന് പറഞ്ഞു. എവിടെയാണ് പറയൂ, ലൂക്കോസ് ഏതാണ്? അല്ല, താങ്കൾ വായിച്ചു നോക്കട്ടോ. താങ്കളല്ലേ ലൂക്കോസ് പറഞ്ഞ് ബൈബിൾ ഏതാണ് ഇവിടെ പറയൂ, ഞാൻ പഠിച്ചാണ്. ചോദിച്ച് കേട്ടില്ലേ? ഞാനും ബൈബിള് വായിച്ചിട്ടുണ്ട്, ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. താങ്കൾ ബൈബിള് വായിച്ചിട്ടൊരു കാര്യമില്ല. താങ്കൾ ബൈബിള് വായിക്കുന്നത് മറ്റേ മനോരമ എടുത്ത് വായിക്കുന്നതായിരിക്കും വായിക്കുന്നത്. പിന്നെ ബൈബിൾ എങ്ങനെയാ വായിക്കേണ്ടത്? ബൈബിള് താങ്കൾ വായിക്കുന്ന ആത്മാവിൽ പ്രാർത്ഥിച്ച് വായിച്ചു നോക്ക്. ആത്മാവിൽ പ്രാർത്ഥിച്ച് വായിച്ചു നോക്കണം എങ്ങനെയാണെന്ന് പറഞ്ഞു. അതാ ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. എടാ, അത് തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തനിക്ക് വെളിവില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ചോദിക്കുന്നതിന് ഉത്തരം വരുള്ളൂ. അതെ, ഈ മോശയാണ് 5 പുസ്തകം എഴുതിയത് എന്നുള്ള തെളിവ് എടാ, എവിടെയാ? തനിക്ക് വെളിവില്ലാത്തവരെ ബൈബിൾ എടുത്ത് വായിച്ചു ഞാൻ ചോദിക്കട്ടെ, നോക്കാം. ന്യൂ ടെസ്റ്റ്മെന്റ് എപ്പോഴാ എഴുതി? അത് പറഞ്ഞു. ന്യൂ ടെസ്റ്റ്മെന്റ് എപ്പോഴാ എഴുതിയത്? രാവിലെ എഴുന്നേറ്റ് ഊളത്തരം പറയാനായിട്ട്. ഊളത്തരവില്ല, ഇത് പഠിച്ചിട്ട് തന്നെ പറയാം. ന്യൂ ടെസ്റ്റ്മെന്റ് എപ്പോഴാ എഴുതിയെന്ന് അറിയാം? യേശുവിന് 200-300 വർഷങ്ങൾക്ക് ശേഷമാണ് ന്യൂ ടെസ്റ്റ്മെന്റ് എഴുതുന്നത്. പിന്നെ എപ്പോഴും ന്യൂ ടെസ്റ്റ്മെന്റ് എഴുതുന്നത് എപ്പോഴാണ്? അതിനേക്കാളും വലിയ ഊള ന്യൂ ടെസ്റ്റ്മെന്റ് എഴുതുന്നത് എപ്പോഴാണ് പറയൂ? ന്യൂ ടെസ്റ്റ്മെന്റ് എഴുതിയ എപ്പോഴാണ്? പിന്നെ താങ്കൾ പറയൂ എപ്പോഴാണ് ന്യൂ ടെസ്റ്റ്മെന്റ് താങ്കൾ ഭയങ്കര ബൈബിള് പഠിച്ച പണ്ഡിതല്ലേ. താങ്കൾക്കറിയാം. ഞാൻ തെളിവ് താങ്കൾക്ക് പറഞ്ഞു തരട്ടെ. താങ്കൾ ഒരു തെളിവ് തരേണ്ട കാര്യമില്ല. ഞാൻ എന്റെ യേശുവിനെ എന്റെ ജീവിതത്തിൽ തെളിയിച്ച് അത് യേശുവാണെന്നുള്ളത് കണ്ടിട്ടില്ല. താങ്കൾക്ക് എന്താണ് ഉറപ്പ്? അതാണ് എന്റെ അതെനിക്ക് ഉറപ്പുണ്ടോ? എന്റെ അപ്പനെ പോലെ തന്നെ എനിക്ക് ഉറപ്പുണ്ട് യേശുവിനെ. ഇല്ല, താങ്കളെ പോലെ ആടി അല്ലെങ്കിൽ പരിപാടിയല്ല. പിതാവിനോ? പിതാവിന് എപ്പോഴാണ് ഉറപ്പ്? എനിക്ക് ഉറപ്പുണ്ട്, രണ്ടിലും ഉറപ്പുണ്ട്. എന്താ മൂന്നിലും ഉറപ്പുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും. എനിക്ക് ഒരിടത്തിൽ മാത്രം ഉറപ്പാണ്. എനിക്ക് മൂന്നിടത്തിൽ ഉറപ്പുണ്ട്. പരിശുദ്ധ ദൈവം എന്ന് പറയുന്ന ഒരുവനാണ്. അതിനെന്തിനാ 3 എണ്ണം? അത് 3 എണ്ണം എന്താന്ന് ബൈബിള് വായിച്ചു നോക്കെ. 3ന്റെ പ്രവർത്തി എന്താണെന്ന് 3 ദൈവത്തിനെ പറ്റി പറയുന്നുണ്ടോ? ഉണ്ടെന്ന്. അതല്ലേ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് യേശുവിനെ എടുത്ത് പറയുന്നത്. പക്ഷെ യേശു പറയുന്നത് പിതാവ് എന്നേക്കാൾ വലിയവനാണല്ലോ. 3 ദൈവത്തെ പറ്റി. അതിനെന്താ പിതാവ് തന്നെക്കാൾ വലിയെന്ന് പറഞ്ഞിട്ട് കുഴപ്പം എന്താന്ന് പറ. എന്നേക്കാൾ ഒരു വ്യക്തി. അപ്പൊ യേശു അത് മാത്രല്ല പറഞ്ഞത്, എന്നെ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെന്താന്നേ? അതിനെന്താന്ന് പറയുമ്പോ ഒന്നിനും കഴിവില്ലാത്തൊരു വ്യക്തി അങ്ങനെ പറയുമ്പോ അതിനെ ആ വ്യക്തിയിൽ വിശ്വസിക്കുന്നതിന് എന്ത് കാര്യമാണുള്ളത്? അത് താൻ വിശ്വസിക്കുന്ന പ്രയോജനമുള്ള വിശ്വസിച്ചോളായിരുന്നു. എനിക്കെന്താ കുഴപ്പമില്ല. ഒരൊറ്റ വ്യക്തിയിലേക്ക് താങ്കൾക്ക് അതിന് താങ്കൾക്ക് എന്താ കുഴപ്പമെന്ന് പറ. ഇപ്പൊ ഞാൻ എന്റെ ഒരാളെ വിശ്വസിക്കുന്നു, എനിക്കെന്താ കുഴപ്പം പറ. താങ്കൾക്ക് എന്തെങ്കിലും കുഴപ്പമില്ല. ഞാൻ വിശ്വസിച്ച് താങ്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പറ. താങ്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് തെറ്റാണ്. യേശു ക്രിസ്തു തെറ്റാണെങ്കിൽ അത് എനിക്ക് തെറ്റെല്ലാം തോന്നുകയാണ്. അത് തെറ്റെല്ലാം തോന്നുന്നതിന് എന്ത് കാര്യം? ഞാൻ അതിൽ ചോദ്യം ചോദിച്ചിട്ട് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. ഈ 5 പുസ്തകം മോശയാണ് എഴുതിയെന്നുള്ള. അല്ലെന്നേ, അത് താങ്കൾ വിടുക. മോശം എഴുതിക്കോട്ടെ. ഇനി മോശം എല്ലാവർക്കും എഴുതിയത്, താങ്കളായിരിക്കും പോയി എഴുതിയതെന്ന് തന്നെ വായിക്കുന്ന പ്രശ്നമില്ല. എനിക്കൊരു വിശ്വാസമുണ്ട്. പക്ഷെ ആ വിശ്വാസത്തിനപ്പുറത്തേക്ക് താങ്കളുടെ ഒരു ഉളത്തരം പോകത്തില്ല. അതറിയാവോ? താങ്കൾ പറയുന്നത് പിതാവാണ് വരുന്നത്. അതിപ്പോ തനിക്കെന്താണ്? ഞാൻ യേശു ചിലപ്പോ കൊച്ചായിരിക്കും, പിതാവ് എഴുതായിരിക്കും. ഞാനതിൽ വിശ്വസിക്കും. താങ്കൾക്ക് എന്താ കുഴപ്പമൊന്നും? യേശു ദൈവം. താങ്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പറ. ഞാൻ പറഞ്ഞ ഞാൻ 10-15 വർഷം ബൈബിൾ പല ആൾക്കാരിൽ നിന്നും പഠിച്ചിട്ട് ഞാൻ പറയാം. അതാ കുഴപ്പം. താങ്കൾ സ്വയമായിട്ട് പഠിക്കൂലല്ലേ? പഠിച്ചുകൊണ്ട് തന്നെ ദൈവം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. സ്വയമായിട്ട് ആദ്യം പഠിക്കുന്ന ചുമ്മാ വല്ലവന്റെ വാക്ക് കേട്ടോണ്ട് ഊളത്തരം പറഞ്ഞ് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബിയും അണ്ണൻ എനിക്ക് 10 മണിയാകുമ്പോ പ്രയറുള്ളതാണ്. താങ്കൾ ചുമ്മാ ഊളത്തരം പറഞ്ഞു കൊടുക്കുന്ന ഏക എനിക്ക്. ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബിയും കോട്ടയം കുഞ്ഞച്ചനും മമ്മൂട്ടി തന്നെയല്ലേ?